അസ്സലാമലൈക്കും. നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, രാവിലെ തന്നെ നമുക്ക് ദോശയായിരുന്നു കേട്ടോ, നമ്മൾ അരിപ്പൊടിയുടെ ദോശ. അപ്പോൾ ദോശ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട അപ്പുറത്ത് തന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ചിക്കനായിരുന്നു. അപ്പോൾ കുറച്ച് കായ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ദോശയുടെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പൊരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ രാവിലത്തെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഉച്ചക്ക് ചോറിക്ക് വേണ്ടിയിട്ട് ഞാനത് കയ്പ്പക്ക കറി വെക്കുന്നുണ്ട്. കയ്പ്പക്ക നമ്മൾ പുളിയും മുളകൊക്കെ ഇതാക്കി വെക്കൂലേ, അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വെക്കണ രീതിയും നിങ്ങൾ വെക്കണ രീതിയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഓരോരുത്തർ ഓരോ ടൈപ്പിലാണല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കയ്പ്പക്ക കറിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളിയുടെ ഇത് കൊടുത്തിട്ടുണ്ട്, അല്ലി കൊടുത്തിട്ടുണ്ട്, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ചെറുതാക്കിയിട്ടല്ല, അത്യാവശ്യം ഒരു വലുതാക്കിയിട്ടും അല്ല ചെറുതാക്കിയിട്ടും അല്ല, അങ്ങനത്തെ രീതിയിൽ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, കുഞ്ഞാറ്റ പോകുമ്പോഴൊക്കെ ഞാൻ കുഞ്ഞാറ്റനെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ അങ്ങനെ എടുപ്പിച്ചാട്ടോ ഈ വീഡിയോ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു സൈഡിൽ വെച്ച് എടുക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ കിട്ടും, ചില ഭാഗങ്ങൾ കിട്ടൂല. അതുകൊണ്ട് അപ്പോൾ ഞാൻ കുഞ്ഞാറ്റ സ്കൂളിൽ പോകുമ്പോൾ ഓളെ ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് കാത്ത് നിൽക്കുക. അപ്പോൾ 9:30 ആവും വണ്ടി വരാൻ. അപ്പോൾ ഞാൻ വേഗം കയ്പ്പക്ക കറി സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സബോള ഇടണമെന്ന് വെച്ചാൽ സബോള നമ്മൾ തോനിടുക നല്ലത് കേട്ടോ. സബോള ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്പ്പ് അധികം അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ കയ്പ്പക്ക അതായത് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ കുഴച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കുറേ ടിപ്പുകൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയിലോ എന്തെങ്കിലുമൊക്കെ വാട്ടിയിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ഓയിലാട്ടോ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ അങ്ങനെ എടുക്കലില്ല. താളിക്കാനൊക്കെ ഒരു മേലെ ഇത്തിരി ഇറ്റിച്ച് കൊടുക്കാനൊക്കെ വെളിച്ചെണ്ണ എടുക്കുള്ളൂ, ബാക്കി മൊത്തം ഓയിൽ തന്നെ കേട്ടോ. പിന്നെ അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിൽ തക്കാളിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങൾ മൊത്തം അതിലിടും കേട്ടോ. എന്നിട്ട് അതൊന്നും ആയി വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ കയ്പ്പക്ക അതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ കയ്പ്പക്കം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി നമ്മളെ കയ്പ്പക്കൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിട്ടോ. പിന്നെ അത് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുടക്കൽ, അടിക്കൽ, തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാറ്റ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതാണ് ഇതിങ്ങനെ വിറച്ചിട്ടിരിക്കുന്നത്. അവളെ കൈ പിടിച്ചോളൊക്കെ കടയുണ്ട്, അപ്പോൾ കൈ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ. ഞാൻ കുഞ്ഞൊരു പാത്രത്തിലാണ് കറി വെച്ചിട്ടുള്ളൂ, കയ്പ്പക്കറി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇന്നലത്തെ മീൻകറിയൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ഇരിക്കുന്നുണ്ട് തേങ്ങ അരച്ചത്. അപ്പോൾ ഞാൻ കയ്പ്പക്കറി കുറച്ച് വെച്ചുള്ളൂ കേട്ടോ. പുളി ഞാൻ ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് പിഴിയുമ്പോൾ നന്നായിട്ട് പുളി ഇത് കിട്ടുമല്ലോ. കുറച്ച് പുളി കിട്ടാൽ കുറച്ച് ചൂടുവെള്ളം അതിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പുളി കിട്ടും. അപ്പോൾ നമ്മളത് ആ കയ്പ്പക്കൊക്കെ ഇട്ട് കൊടുത്ത് നന്നാക്കിയിട്ട് അത് ഇളക്കി റെഡിയാക്കി മഞ്ഞൾപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഉപ്പ് ആദ്യം കയ്പ്പക്കയിൽ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആ വാട്ടർ സമയത്ത് ഉപ്പിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്ന് വെന്തെന്ന് കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ടത്. പിന്നെ അത് നന്നായി അലിഞ്ഞ് വന്നതിന് ശേഷം ഞാനത് അതിലേക്ക് പുളിങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളച്ച് വെന്തതിന് ശേഷം നമ്മളെ കയ്പ്പക്കക്കറിയുടെ പണി കഴിഞ്ഞിട്ടാണ്. അത് വെന്തതിന് ശേഷം എന്ത് ചെയ്യും, അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇടും കേട്ടോ. അപ്പം സിമ്പിളായിട്ട് കയ്പ്പക്കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കയ്പ്പക്കയുടെ കയ്പ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. ആ പുളിയും എരിവും കയ്പ്പക്കയുടെ ചെറുതായിട്ടൊരു ഇതുണ്ടാവും കേട്ടോ. കയ്പ്പ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കും കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ മാന്തൽ ഉണക്കലുണ്ട് കേട്ടോ, അതും ഒന്ന് പൊരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് സൂപ്പറാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.